അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ സംസ്ഥാന വ്യാപകമായ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ തുടങ്ങി. കിണറുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. നമ്മൾ ഒരു 25 വീടിനൊക്കെ ഒരു വളണ്ടിയർമാരെ ആക്കിയാലേ മതിയാവുള്ളൂ. എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം, പൊതു കിണറുകൾ ഉൾപ്പെടെ. അപ്പോൾ അതിനുവേണ്ടി വളണ്ടിയർ പരിശീലനമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ നടന്നിരിക്കുന്നത്. അതിനുശേഷം എല്ലാവരും ആവശ്യത്തിന് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യാനാണ്. അപ്പോൾ വെള്ളം സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും നല്ല വഴി തിളപ്പിക്കലാണ്. അതാണ് ബെസ്റ്റ് മെത്തേഡ്. എൻ്റെ അത് ചൂടോടെ കുടിക്കണം നേടെയില്ല, തണുപ്പിച്ച് മെല്ലെ ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ചൂടുവെള്ളം പച്ചവെള്ളം ചേർത്ത് ഉപയോഗിച്ച കാര്യമില്ല. തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച വെള്ളം ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്, ഈ രോഗങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി. അടുത്ത ഓൾട്ടർനേറ്റീവ് പിന്നെ ക്ലോറിനേഷനാണ്. ഇപ്പോൾ കുളിക്കാൻ കൂടിയുള്ള വെള്ളത്തിലൂടെ മൂക്കിൽ അമീബ എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് കിണർ ക്ലോറിനേറ്റ് ചെയ്ത് ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചാലും പ്രശ്നമില്ല. മിഥില ബാലൻ കോഴിക്കോടും ചെയ്യുന്നു. മിഥില, രോഗത്തിനെതിരെയുള്ള ഒരു അവബോധവും ഒപ്പം പ്രായോഗിക പ്രതിരോധവും എങ്ങനെയാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്? സുഹൈലെ, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഇത്തരത്തിൽ ഒരു ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതുപ്രകാരം ഇന്നും നാളെയും ഈ പറഞ്ഞതുപോലെ കിണറുകൾ, ഒപ്പം തന്നെ പൊതു ടാങ്കുകൾ, പൊതുജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ ക്ലോറിനേഷൻ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും അത് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മൾ കേട്ട പ്രതികരണം എന്നത് കോഴിക്കോട് DMOയുടേതാണ്.